ഇത് കൊള്ളാലോ. ഇതിനെത്രേ വില? 2300. കണ്ട വില കൂടുതലാണെന്ന് തോന്നിയെങ്കിലും വില കുറവാണല്ലേ? ഇതേ റേഞ്ചിലുള്ള 2-3 സാരികളും കൂടെ കാണിക്കണേ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സുചിത്ര ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടിട്ട് ഇപ്പൊ എത്ര നല്ല സാരികൾ സെലക്ട് ചെയ്ത് തരുമായിരുന്നു എന്നറിയോ? അത് ശരിയാ. ദിയമോളെ, അമ്മേ, ദേമോള്. ഇതൊന്ന് നോക്കിയേ മാഡം. ദേമോളെ, മോളെ. ആരാ നിങ്ങള്? എന്തിനാ എന്റെ മോളെ കയറി പിടിച്ചത്? ഞാൻ കരുതി എന്റെ മോളാണെന്ന്. സ്വന്തം മോളെ കണ്ട പോലും തിരിച്ചറിയില്ലേ? ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? സോറി, മോളെ നഷ്ടപ്പെട്ടൊരു അമ്മയാ ഞാൻ. എന്റെ മോളുടെ പേരും ദിയാന്നായിരുന്നു. ഒറ്റക്കാഴ്ചയില് ശരിക്കും എന്റെ മോളാണെന്നാ കരുതിയത്. ക്ഷമിക്കണം. എന്താ എന്താ ഇവിടെ? ഇവര് നമ്മുടെ മോളെ ആള് മാറിപ്പോയതാ. വാടി ഇങ്ങോട്ട്. കടയിൽ തുണി എടുക്കാൻ വന്ന് അടഞ്ഞൊതുങ്ങി നിൽക്കണം, അല്ലാതെ ഓടിക്കളിക്കല്ല വേണ്ടത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവരിപ്പോ മോളിങ്ങനെ വിഷമിക്കാതെ. ആരാ ഈ ദിയമോൾ? ആ പേര് ഈ കുടുംബം എന്തോ ബന്ധമുണ്ടല്ലോ. ഇത് വേണ്ട.
എനിക്കുള്ള ഡ്രസ്സ് അച്ഛനും അമ്മയും കൂടി എടുത്താൽ മതി. ഉം. ആ എല്ലാരും ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞോ? ഉം? ആ നല്ലയാളാ. ഞങ്ങളോടൊക്കെ വരാൻ പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നേ? ഇനി സ്ഥലം മാറിപ്പോയോന്നായിരുന്നു എന്റെ സംശയം. പെട്ടെന്നൊരു കല്യാണം നടത്തുമ്പോ ഗ്രഹനാഥന്റെ ടെൻഷൻ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവും. ഉം. അതുകൊണ്ട് ആരും വില നോക്കാനൊന്നും നിൽക്കണ്ട. ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിച്ചോ. ഉം? ഞാനാണ് ക്യാഷ് പേ ചെയ്യുന്നത്. അയ്യോ മോനെ, അത് എതിർപ്പൊന്നും പറയണ്ട. കുറച്ചു നേരത്തേക്ക് എന്നെ മരുമോനായി കാണണ്ട, ഒരു മകനായി കണ്ടാ മതി. അതോടെ പ്രശ്നം തീരും. പക്ഷേ കല്യാണം ഒരിക്കലേ ഉള്ളൂ. നമുക്ക് സന്തോഷമാണ് വലുത്. എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കാതെ വേഗം ഡ്രസ്സ് എടുക്കാൻ നോക്ക്. ഞാനേ ഒരു കോൾ ചെയ്തിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങൾ സെലക്ട് ചെയ്യാം. അതെടുക്കോ. ചേച്ചി, ചേച്ചി എന്താ ഇവിടെ ഒറ്റയ്ക്കൊന്നും ആലോചിക്കുന്നേ? അത് ദീമോളുടെ കാര്യത്തെക്കുറിച്ചായിരുന്നു. മോൾ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ പാവം, അവൾ അവിടെ തനിച്ചല്ലേ. ചേച്ചി, ഇനി ദിയമോളെ തിരികെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ മനസ്സും അങ്ങനെ തന്നെയാ പറയുന്നത്. എന്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്. അതുകൊണ്ട് ദീമോൾക്ക് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങാം. വീട്ടിലില്ലാത്ത കുട്ടിക്ക് വേണ്ടി എന്തിനാ ഡ്രസ്സ് വാങ്ങുന്നേ? ഡ്രസ്സ് വാങ്ങിയാൽ തന്നെ രാഗിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനും ചേച്ചിക്ക് കഴിയില്ല. ഓക്കെ, എന്നാ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. എന്തായാലും ദീമുക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സുകൾ വാങ്ങുക തന്നെ വേണം. അതിനുശേഷം അതെങ്ങനെ മോൾക്ക് എത്തിക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കാം. അച്ഛനും അമ്മയും ഇതൊന്നും അറിയണ്ട. ചോദിച്ചാ ഞാൻ ചുരിദാർ നോക്കാനായി പോയതാന്ന് പറഞ്ഞാ മതി. ദിയമോള് ശരിയാ, അതെടുക്കാം. ശരി. ആഹാ അമ്മേ, എന്താമ്മേ ടെക്സ്റ്റൈൽസിലൊക്കെ എന്താ വിശേഷം? എന്റെ ഇളയ മോളുടെ വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാൻ വന്നതാ. ആ തീയതിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. എന്തായാലും സമയാവുമ്പോ ജഗനെ ക്ഷണിക്കും. സന്തോഷം, തീർച്ചയായിട്ടും ഞാൻ വന്നേക്കാം. അല്ല, ജഗൻ എന്താ ഇവിടെ? ആ എന്നെ കല്യാണം കഴിപ്പിച്ച് അടങ്ങുമെന്ന് എന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരേ നിർബന്ധം. പെണ്ണു വീട്ടുകാരെ കാണിക്കാനായിട്ട് ഒരു നല്ല ഫോട്ടോ എടുക്കണം. ഫോട്ടോയ്ക്ക് വേണ്ട ഡ്രസ്സ് എടുക്കാൻ അച്ഛനും അമ്മയും എന്നെ ഇങ്ങോട്ട് ഓടിച്ചു വിട്ടിരിക്കുക. അതൊരു നല്ല കാര്യമാണല്ലോ. നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷേ എന്റെ ഇഷ്ടം നോക്കിയല്ല ഈ ആലോചന. വിവാഹം കഴിച്ച് അവളോടൊപ്പം താമസിക്കേണ്ടത് ഞാനല്ലേ? അപ്പോ എന്റെ ഇഷ്ടത്തിനല്ലേ മുൻതൂക്കം? മോൻ പറഞ്ഞത് ശരിയാ. എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാ. അവളെ കല്യാണം കഴിക്കണമെന്നാ എന്റെ താല്പര്യം. പക്ഷേ അതെങ്ങനെ എന്റെ വീട്ടിൽ അറിയിക്കുന്നുള്ള ചിന്തയല്ല ഞാൻ. ജഗന് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നോ അമ്മയുടെ സ്ഥാനത്ത് നിന്നോ ഉണ്ടോ ജഗന്റെ അച്ഛനമ്മമാരോട് ഞാൻ സംസാരിക്കാം. ജഗൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ തന്നെ ജഗനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് നമുക്ക് പറയാം. എന്താ? എന്തായാലും ജഗന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ തന്നെ
ഞാൻ തന്നെ മുൻകൈ എടുത്ത് വിവാഹം കഴിപ്പിക്കാം. അയ്യോ അത് മറന്നു, ആ. എന്റെ കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആഹാ. അവരെയൊക്കെ ജഗന് പരിചയപ്പെടുത്തി തരാം. ആ എനിക്ക് പരിചയപ്പെടണം. മുത്തശ്ശി വന്നിട്ടുണ്ടോ? അവരാരും വന്നിട്ടില്ല. ആ ജഗൻ ഇവിടെ തന്നെ നിന്നാ മതി, എങ്ങോട്ടും പോകരുത്. ഞാൻ ഇപ്പൊ തന്നെ വരാം. ആ, ശരി. എന്റെ മോളെ ജഗൻ പരിചയപ്പെട്ടിട്ടില്ലല്ലോ? ഇല്ല. എന്റെ കൂടെ അവരും വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ പോയി കൂട്ടിക്കൊണ്ടുവരാം. ആ ശരി. ഈ മൊബൈലിലാണെങ്കിൽ റേഞ്ചും ഇല്ലോ. വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? കുറുപ്പ് സാറ് വിളിച്ചിരുന്നു. എന്തിന്? അർജന്റായിട്ട് നീ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. നിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. എടാ അർജന്റാ. ആ അവിടെ നിന്ന് റേഞ്ച് കിട്ടും. വാ. വരാൻ. ഡാ. ഇതിനെന്താ വില? 1500 രൂപയാണ് മാഡം. ഇത് ക്വാളിറ്റിയുള്ള ഡ്രസ്സാ മാഡം. ഇത് കളറൊന്നും പോകത്തില്ല, പുതിയതായിട്ട് വന്നതാ മാഡം. ലാസ്റ്റ് ചെയ്യുന്ന ക്വാളിറ്റിയാ. എങ്കിൽ ഇത് രണ്ടും എടുത്തോളൂ. ബില്ല് ചെയ്യാം. അറിയാതെ തട്ടിപ്പോയതാ. അറിയാതെയൊന്നുമല്ല, താൻ മനഃപൂർവ്വം തട്ടിയത് തന്നെയാ. ആണോ? അതുകൊണ്ട് എന്താ വല്ലതും തേഞ്ഞുപോയോ? മര്യാദയ്ക്ക് സംസാരിക്കടോ. ഓ പിന്നെ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ നിന്റെ പാട്ടിന് പോടി. എന്നെ എടി പൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. വിളിക്കും. വിളിച്ചാ നീ എന്ത് ചെയ്യും? എന്താ സിസ്റ്റർ, എന്താ പ്രശ്നം? ഇയാൾ ആവശ്യമില്ലാത്ത എന്റെ ദേഹത്ത് തട്ടി. വയസ്സും പ്രായമൊക്കെ ആയില്ലടാ, ഇനിയെങ്കിലും ഒന്ന് ഒതുങ്ങിക്കൂടെ? നീ ആരടാ? പോലീസാ? ഒന്ന് പോടാ. മര്യാദയ്ക്ക് സോറി പറയടാ. മര്യാദയ്ക്ക് സോറി പറയാനാ പറഞ്ഞത്. ഇവന്റെ അമ്മയും പെങ്ങളും ആണെങ്കിൽ ഇവൻ ഇതേ ചെയ്യൂ. സോറി പറയടാ. പറയില്ല നീ? പറയില്ലടാ. പറയടാ. പറയടാ സോറി. സോറി. മര്യാദയ്ക്ക് നീ ഇവിടെ വിട്ട് പൊക്കോണം. ഇനി നിന്നെ ഇവിടെ അങ്ങനെ കണ്ട. എന്താ എന്താ ഇവിടെ പ്രശ്നം? ദാ ആ പെണ്ണിനോടൊരുത്ത മോശമായി പെരുമാറി. ദാ അവനാ. മേലാ നിന്നെ ഈ പ്രദേശത്ത് കണ്ടുപോരുത്. എടാ ഏട്ടത്തി. എടാ, അവൾ എന്നെ വീണ്ടും തെറ്റിദ്ധരിക്കുന്ന രീതിയിലെ കാര്യങ്ങള്. എന്നെ കാണുമ്പോഴെല്ലാം അടിയിടിയ. ഞാൻ ചെയ്ത നന്മകളൊന്നും ആ കുട്ടി അറിയുന്നില്ല. ഇപ്പൊ തന്നെ ആ തെറ്റിദ്ധാരണ മാറ്റണം. നീ ഇവിടെ നിൽക്കേ.
കുട്ടി ഒരു പെൺകുട്ടിയോട് ഏതോ ഒരു ആഭാസൻ മോശമായിട്ട് പെരുമാറി. അതിനെ ചോദ്യം ചെയ്ത പെൺകുട്ടിയോട് അയാൾ സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിച്ചു. ഞാൻ അവന്റെ കർണത്തൊന്ന് പൊട്ടിച്ചു. അതാണ് സംഭവം. ആണോ? എന്നിട്ട് പെൺകുട്ടി ആരാണ് ഉപദ്രവിച്ചെന്ന് ചോദിച്ചപ്പോ നിങ്ങളെയാണല്ലോ കാണിച്ചു തന്നത്. എന്നെയോ? ദൈവമേ, എന്നെ എന്തിനെങ്ങനെ പരീക്ഷിക്കുന്നു? കുട്ടി, ഒന്നെങ്കിൽ ആ ചൂണ്ടിക്കാട്ടിയ ആളിന്റെ പിശക്, അല്ലെങ്കിൽ കുട്ടിക്കുണ്ടായ തെറ്റിദ്ധാരണ. രണ്ടായാലും ഞാൻ നിരപരാധിയാ. ഒരു പെൺകുട്ടികളോട് ഞാൻ മോശമായിട്ട് പെരുമാറില്ല. എന്നെ ഒന്ന് വിശ്വസിക്കേ. നിങ്ങൾ ഞാനെന്തിനാ വിശ്വസിക്കുന്നതും അവിശ്വസിക്കുന്നതും ഒക്കെ? അല്ല, നമ്മൾ തമ്മിലൊരു ഇരിപ്പുവശം വെച്ച് നോക്കുമ്പോ കുട്ടി എന്താ എന്നെ തറപ്പിച്ചു നോക്കുന്നത്? ഗുണ്ടായിസം കാണിച്ചിട്ട് തല്ലുകൊള്ളാതിരിക്കാൻ ഈ വാചകങ്ങളൊക്കെ കാണാതെ പഠിച്ചു വെച്ചിരിക്കാണോ? നാണം മാനൊന്നുമില്ലേ നിങ്ങക്ക്? ദൈവമേ, ഈ കുട്ടി എന്റെ നിരപരാധിത്വം ഒന്ന് ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. നിങ്ങളുടെ നിരപരാധിത്വം എന്നെ ബോധ്യപ്പെടുത്തിട്ട് എന്ത് കാര്യം സാധിക്കാനുള്ളത്? കുട്ടി, എന്റെ മനസ്സിലെ നിർത്ത്. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട്. അതിന് ഞാൻ നന്ദിയും പറഞ്ഞിട്ടുണ്ട്. അതോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം. ആ നന്ദിയുടെ പേരും പറഞ്ഞ് ഇനി എന്നെ ശല്യപ്പെടുത്താൻ വന്നേക്കരുത്. കുട്ടി, സാർ, ഇവിടെ കൊടുത്താൽ മതി. അതിനു മുമ്പ് അവൾ എങ്ങോട്ട് പോയി? ഇനിയെങ്കിലും എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി എന്റെ പ്രണയം അവളെ അറിയിച്ചിരിക്കണം. മുഴുവൻ തുകയും സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി വല്ലതും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല സാർ, എല്ലാം സെറ്റിൽ ആയിട്ടുണ്ട്. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. ഈ ബില്ല് ഞാനും കൊടുക്കാം. ശരി. എന്താ ഇത്? ഞാൻ ക്യാഷ് കൊടുത്താണോ പ്രശ്നം? ഇത് എൻ്റെ ഒരു സന്തോഷം. അല്ല, മരുമക്കളുടെ സന്തോഷമാവണം എപ്പോഴും അമ്മായച്ഛനും അമ്മായിയമ്മയും ആഗ്രഹിക്കാനുള്ളത്. ഇതും പറഞ്ഞ ഭാവിയിൽ നിങ്ങളെ ഒരു തരത്തിൽ ഞാൻ ദ്രോഹിക്കാൻ വരില്ല. പോരെ? അതൊന്നുമല്ല മോനെ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല. വല്ലാതെ മനസ്സ് നിറഞ്ഞു പോയതിന്റെ ഒരു വീർപ്പുമുട്ടല്ല ഞങ്ങളിപ്പോ. നിന്നെ ഇത് എവിടെയല്ല അന്വേഷിച്ചു. എത്ര തവണ നിന്റെ ഫോണിൽ വിളിച്ചു. നീ ആരെ വായി നോക്കി നടക്കുക? ഈടാ, ഫോട്ടോ എടുക്കാനുള്ള ഷർട്ട് ഇതുവരെ വാങ്ങിയിട്ടില്ല. എനിക്കതിലൊന്നും താല്പര്യമില്ല. ജഗ, ഷർട്ട് വാങ്ങിയിട്ട് ചെന്നില്ലെങ്കിലേ കുറുപ്പ് സാറിന്റെ വാള എന്റെ കഴുത്തിലാ വീഴാൻ പോകുന്നത്. എന്നെ കൊലയ്ക്ക് കൊടുക്കാതെ വാടാ ഇങ്ങോട്ട്. വാ. മോളൂട്ടി, വയറ് നിറച്ച് കഴിക്കണം കേട്ടോ. ഓറഞ്ച് കഴിച്ച ശേഷം ആപ്പിളും മാതളവും ഒക്കെ കഴിക്കണം. എന്നാലേ മിടിക്കാവൂ.
വിശപ്പൊന്നൊരു വിചാരമേ മോക്കുണ്ടാവാൻ പാടില്ല കേട്ടോ. മോൾക്കുള്ള മിൽക്ക് ഷേക്ക് റെഡിയല്ലേ? ബദാം ചേർത്ത മിൽക്ക് ഷേക്ക് റെഡിയാണ്. മോക്കതാ ഏറ്റവും ഇഷ്ടം. മോള് കഴിച്ചോ, കഴിക്ക്. പക്ഷെ സുഷമേ, കുട്ടിയുടെ കണ്ണിലൊരു ഭയം കാണുന്നുണ്ടല്ലോ.